കോർപ്പറേഷൻ പിടിച്ചതിനു പിന്നാലെ തലസ്ഥാനത്ത് മോദിജി വരുമോ ഇല്ലയോ? ചർച്ചകൾ തുടരുകയാണ്. വരട്ടെ, അപ്പോൾ നോക്കാമെന്ന് കളിയാക്കി ചിലർ. ഞങ്ങളുടെ പ്രധാനമന്ത്രി, അതായത് BJP അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് BJPയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. BJP ആദ്യം ഇതൊക്കെ പറയും, പിന്നെ അത് നടന്നില്ല എന്ന് കരുതുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം BJP അംഗീകരിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രി വാക്കുപാലിക്കും, വന്നിരിക്കുമെന്ന് അപ്പോഴും ഇപ്പോഴും ഉറപ്പിച്ച് പറയുകയാണ് BJP നേതൃത്വം. സാധിക്കാത്തൊരു കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും കൃത്യസമയത്ത് തന്നെ 45 ദിവസം പറഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തുമെന്ന ഏറെക്കുറെ സൂചനയും ലഭിക്കുന്നുണ്ട്. ജനുവരിയിൽ തന്നെ എത്തും. പക്ഷേ തീയതി സംബന്ധിച്ച് സ്ഥിരീകരണം വരാനുണ്ട്. RSS പ്രചാരകനായിരുന്ന കാലം മുതൽ നരേന്ദ്രമോദിക്ക് പ്രിയപ്പെട്ട ഇടമാണ് കേരളം. അദ്ദേഹത്തിന് മലയാളത്തോടും പ്രത്യേക ഇഷ്ടമുണ്ട്. ലോകത്ത് മലയാളികളുള്ള എവിടെ ചെന്നാലും ഒരു വാചകമെങ്കിലും മലയാളത്തിൽ മോദി പറയും. ശ്രീ അനന്ത പദ്മനാഭ പാണ്ഡെ മണിലേക്ക് വരാൻ സാധിച്ച ദിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, स्त्री शक्ति मुझे आशीर्वाद देने आई है. मैं आपका बहुत बहुत आभारी हूँ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ചരിത്രത്തിൽ ആദ്യമായി പിടിച്ച് കേരളത്തിൽ സാന്നിധ്യമുറപ്പിച്ച BJPയുടെ ജൈത്രയാത്രയ്ക്ക് ആക്കം കൂട്ടാൻ കഴിയുന്ന പ്രധാനപ്പെട്ട നേതാവും മോദി തന്നെയാണ്. രാജ്യം സ്വന്തം കൈപ്പിടിയിലാക്കിയ BJPയുടെ അടുത്ത ലക്ഷ്യം പശ്ചിമ ബംഗാളാണെങ്കിൽ തൊട്ടടുത്ത ലക്ഷ്യം മോദിക്ക് കൂടി പ്രിയപ്പെട്ട മലയാള നാടാണ്. അതിന് BJP ഒരുങ്ങിക്കഴിഞ്ഞു. ജനുവരി 11 അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അന്ന് അമിത്ഷാ പറയും മോദി എന്നെത്തുമെന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ച BJPയുടെ ലക്ഷ്യം ഇനി നിയമസഭയാണ്. നിയമസഭ മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ പാർട്ടികളും മുന്നണികളും തുടങ്ങിയിട്ടുണ്ട്. മിഷൻ 2026 എന്ന പേരിലാണ് BJP തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട അമിത്ഷായ്ക്ക് പിന്നാലെ മോദിയും എത്തുമ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തിന് ഉണർവേകുമെന്ന ഉറപ്പ്. ഭരണം പിടിക്കുക എന്നതിനപ്പുറം കേരളത്തിൽ നിർണായക ശക്തിയാകാനാണ് BJPയുടെ നീക്കം. 2026 കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ശക്തിയാക്കുക. അതിനാൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റമുണ്ടാക്കിയ A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രവർത്തനം ഊർജിതമാക്കും. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തൃശൂർ, പാലക്കാട് തുടങ്ങി 10 മണ്ഡലങ്ങളടക്കം ഈ പട്ടികയിൽ വരും. തൃശൂരിലെ ലോക്സഭാ സീറ്റിലെ വിജയവും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിലെ ഉണർവും എല്ലാം അവരുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിയമസഭ ലക്ഷ്യമിടുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുമോ? അതിനുള്ള സാധ്യത ഇടതരും വലതരും തള്ളുന്നില്ല. തലസ്ഥാന ജനതയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയും ഇല്ലാതില്ല. തെരഞ്ഞെടുപ്പ് സമയത്തെ BJPയുടെ വാഗ്ദാനം പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനത്തിനായുള്ള പ്രത്യേക മാസ്റ്റർ പ്ലാനിന്റെ പ്രഖ്യാപനം മോദി നേരിട്ട് നടത്തുമോ? ഉറ്റുനോക്കുകയാണ് ഏവരും. തെരുവുനായ ശല്യം, വ്യാപക മയക്കുമരുന്ന് ഉപയോഗം, മാലിന്യ നിർമ്മാർജ്ജനം അടക്കം BJP തലസ്ഥാനത്ത് ഉയർത്തിക്കാട്ടിയ പ്രശ്നങ്ങൾ അനവധിയാണ്. ഇതിനൊക്കെ പരിഹാരം എന്തുണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് തിരുവനന്തപുരം വാസികൾ. കൂടാതെ മെട്രോ റെയിൽ, വിഴിഞ്ഞം തുറമുഖ അനുബന്ധ വികസനം, ഒളിമ്പിക് വേദിയുമൊക്കെയായി ജനങ്ങളുടെ പൾസ് അറിഞ്ഞുള്ള BJPയുടെ പ്രധാന വാഗ്ദാനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. എല്ലാം സഫലമാകുമോ? എന്ത് ചെയ്താലും അത് നിയമസഭയിലേക്കുള്ള BJPയുടെ ചവിട്ടുപടിയാകുമെന്ന ഉറപ്പ്. അതിനാൽ കരുതലോടെയായിരിക്കും BJPയുടെ നീക്കം. ജയം അറിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ മോദിജി എത്തുമെന്നാണ് മേയർ VV രാജേഷ് പറഞ്ഞത്. തിരുവനന്തപുരം പിടിച്ച BJP നേതൃത്വത്തെ അകമഴിഞ്ഞ പ്രധാനമന്ത്രി ആശംസിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടത് വലതു മുന്നണികൾ കാലങ്ങളായി നടത്തിയിരുന്ന ഫിക്സഡ് മാച്ച് അവസാനിപ്പിച്ചാണ് BJP ഭരണം പിടിച്ചെടുത്തത് എന്നായിരുന്നു BJPയുടെ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് അന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ തിരുവനന്തപുരം BJP മേയർ സ്വീകരിക്കാനുണ്ടാകും എന്നതായിരുന്നു BJPയുടെ വലിയ പ്രഖ്യാപനവും. വികസിത തിരുവനന്തപുരം എന്ന BJPയുടെ കാഴ്ചപ്പാടിനും വികസന അജണ്ടയ്ക്കും വോട്ടർമാർ നൽകിയ അംഗീകാരമാണ് വിജയമെന്ന് BJP പറയുന്നു. ആ പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അവർ എങ്ങനെ കാക്കും? രാജ്യത്തെ തന്നെ മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ മോദിജി എന്ത് മാജിക് കാട്ടും? കാത്തിരിക്കുകയാണ് ജനങ്ങൾ.